ഹലോ കുട്ടീസ്, നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എക്സാം ഒക്കെയാണ്, നന്നായിട്ട് പഠിക്കണം. അറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, പല രൂപത്തിൽ നമുക്ക് ചുറ്റും എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ എപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇന്നിപ്പോൾ മിസ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, നമുക്ക് നോക്കാം. നിങ്ങളിവിടെ 3 ആളുകളെ കാണുന്നുണ്ട് അല്ലേ? ഒന്നാമത്തെ പാത്രത്തിനകത്ത് ടീച്ചർ ഐസ് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തേതിൽ വെള്ളമാണ്, മൂന്നാമത്തതിൽ എന്താണുള്ളത്? നീരാവിയാണ്. ഇവരെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ജലത്തിന്റെ 3 അവസ്ഥകളിലാണ് ഇവർ 3 പേരും നിൽക്കുന്നത്. നോക്കിക്കേ, ഇവിടെ ഐസ് എന്ന് പറയുമ്പോൾ അത് സോളിഡ് ആണ്. അടുത്തത് നോക്കിക്കേ, വാട്ടർ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണ്. മൂന്നാമത്തത് നോക്കിക്കേ, ഇവിടുത്തെ സ്റ്റീം വേപ്പറിനെ നിങ്ങൾ ശ്രദ്ധിച്ച്, ബോയിൽ ആയതിനു ശേഷം അല്ലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വേപ്പേഴ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? വാട്ടറിന്റെ വേപ്പേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അതെന്താണ്? ഗ്യാസ് അല്ലെ? ഗ്യാസ് ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ 3 ആളുകളെ നോക്കുമ്പോൾ 3 ആളുകൾക്കും ഒരേ സ്വഭാവമാണോ ഉള്ളത്? അല്ല, 3 ആളുകളും വ്യത്യസ്ത സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. ഖരരൂപത്തിന് കൃത്യമായിട്ടുള്ള ആകൃതിയുണ്ട്, എന്നാൽ ദ്രാവകത്തിനും വാതകത്തിനും എന്തില്ല? കൃത്യമായിട്ടുള്ള ആകൃതിയില്ല. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ബട്ട് വാട്ടർ ആസ് വെൽ ആസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിക്വിഡ്സിനൊന്നും എന്തില്ല? കൃത്യമായിട്ടുള്ള ഷേപ്പ് ഇല്ല. അതുപോലെ തന്നെ ഗ്യാസിനും എന്തില്ല? കൃത്യമായിട്ടുള്ള ഷേപ്പ് ഇല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഐസ് എപ്പോഴാണ് വെള്ളമായിട്ട് മാറുന്നത്? ഐസ് ചൂടാക്കുമ്പോൾ. ദാറ്റ് മീൻസ് ഹീറ്റ് കിട്ടി അല്ലെ? ഹീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും വാട്ടറിനെ ഹീറ്റ് ചെയ്തപ്പോഴാണ് എന്തുണ്ടായിരിക്കുന്നത്? വാട്ടർ വേപ്പർ ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, നമ്മൾ ചൂട് കൊടുത്തപ്പോഴാണ് അല്ലെ ഇവിടെ അവസ്ഥാമാറ്റങ്ങൾ ഉണ്ടായത്. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകത്തിലേക്കും ദ്രാവകത്തിൽ നിന്ന് വാതകത്തിലേക്കും മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ തിരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ കയ്യിൽ വാട്ടർ വേപ്പർ ഉണ്ട്. വാട്ടർ വേപ്പറിനെ ഞാൻ കൂൾ ചെയ്തു എന്ന് വിചാരിക്കും. അതായത് നമ്മളൊരു പാത്രം എടുത്തിട്ട് ഈ നീരാവിനെ ഒന്ന് അടച്ചു വെച്ച് നോക്കും നിങ്ങൾ കുറച്ച് സമയം. അപ്പൊ അത് തണുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വെള്ളത്തുള്ളികൾ കാണാൻ സാധിക്കാറുണ്ട്. എന്തുകൊണ്ടാ? ഈ വാട്ടർ വേപ്പർ കൂൾ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്. ഐസ് ആയിട്ട് എപ്പോഴാണ് മാറുന്നത്? വെള്ളത്തിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴല്ലേ? ഫ്രിഡ്ജിൽ വെക്കാന്ന് പറഞ്ഞാൽ താപനില വീണ്ടും കുറയ്ക്കണം അല്ലേ? വീണ്ടും കൂൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ഐസ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ എപ്പോഴാണ് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ ജലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും വെള്ളത്തിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ഐസ് ആവുകയും വീണ്ടും നമ്മൾ വെള്ളത്തിനെ ചൂടാക്കി കൊണ്ടുവന്നാൽ അത് ഗ്യാസ് ആയിട്ട് മാറുകയും ചെയ്യും എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽഡ് ആയിട്ട് ഓർത്ത് വെക്കുക. എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ഖരവസ്തു ആവുന്ന ഐസിനും നീരാവിക്കും ഒരേ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? രണ്ടും വെള്ളം തന്നെ ആയിരുന്നു, പക്ഷെ താപനിലയിൽ മാറ്റം വന്നപ്പോൾ അവരുടെ അവസ്ഥയിൽ മാറ്റം വന്നു, അവരുടെ സ്വഭാവത്തിലും മാറ്റം വന്നു. ക്ലിയർ ആണോ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അപ്പോൾ പദാർത്ഥത്തിന്റെ അവസ്ഥാമാറ്റത്തെക്കുറിച്ച് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഈ അവസ്ഥാമാറ്റം 3 അവസ്ഥകളിലും കാണിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ആരാണ്? താപനിലയിൽ മാറ്റം വരുമ്പോൾ 3 അവസ്ഥകളും കാണിക്കുന്ന നമുക്ക് പരിചിതനായിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരാ? ജലമാണ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് കാണുക. മാരത്തോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.